തട്ടിക്കൂട്ട് പാവയ്ക്കച്ചാർ ഉണ്ടാക്കിയത്. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഐഡിയ ആണ് പാവയ്ക്കച്ചാർ കഴിച്ചിട്ട് ഒരുപാടായി. എന്നാൽ പിന്നെ പെട്ടെന്നൊരു എളുപ്പത്തിൽ വെറും ഒരു 8 മിനിറ്റ് കൊണ്ട് ഒരു പാവയ്ക്കച്ചാർ നമുക്ക് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ ചീനിച്ചട്ടി ഇതാക്കി അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായതിനു ശേഷം ഞാനതിലേക്ക് നമ്മുടെ ഒരു പാവയ്ക്ക ഞാനത് നന്നായി കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്താണ് അത് ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. പാവയ്ക്ക വറുത്ത് വന്നിട്ടുണ്ട്, ഒരുപാടായിട്ടില്ല. നമ്മൾ ഈ ഉണക്കിയിട്ട് നമ്മളിത് ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതായി കിട്ടും, പെട്ടെന്ന് കിട്ടും. പക്ഷേ ഇത് നമുക്ക് പച്ചപ്പാവയ്ക്ക് നമ്മൾ ഇതുപോലെ ചെയ്യുമ്പം ആ ഒരു രീതിയിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇത് കോരിയേക്കാം, പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇനി അതിന് ശേഷം നമുക്ക് ഉലുവായും കടുകും കൂടെ ഈ എണ്ണയിലേക്ക്, ഇതേ എണ്ണയിലേക്ക് നമുക്ക് ചേർക്കാം. നമുക്ക് ഇത് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു 8 അല്ലി നമ്മുടെ വെളുത്തുള്ളി അല്ലിയും നമ്മുടെ ഒരു 3 പച്ചമുളക് അരിഞ്ഞ കൂടെ ഇതിലേക്ക് ചേർക്കുക. ഇത് നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതായിട്ടുണ്ട്, നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വിനാഗിരിയാണിത്, വിനാഗിരിയാണ് ചേർക്കാം. വിനാഗിരി ചേർത്തതിന് ശേഷം നമ്മൾ ഇളക്കുക. അതിനുശേഷം നിങ്ങൾ ആവശ്യത്തിന് ഉപ്പിടുക, അത് നിങ്ങളുടെ ഇതനുസരിച്ച് ഇടുക. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കുക. പിന്നെ ആവശ്യത്തിന് നമ്മൾ അളവ് പറയുന്നില്ല, അത് നിങ്ങളുടെ ഇഷ്ടത്തിൽ. ചിലർക്ക് എരിവ് കൂടുതൽ വേണം, ചിലർക്ക് എരിവ് വേണം. നമ്മളിപ്പോൾ ഒരു 2 ടീസ്പൂൺ ആണ് നമ്മൾ ഇടുന്നത്. നമ്മുടെ മുളക് പൊടി, അത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ മുളക് പൊടി ചേർക്കുക. ഇനി നമ്മുടെ ആവശ്യത്തിന് നമ്മൾ തിളപ്പിച്ചാർപ്പിച്ച വെള്ളമാണ്, ആർപ്പിച്ചല്ല കേട്ടോ. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഇനി നമുക്ക് നമ്മുടെ വറുത്ത പാവയ്ക്ക നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം, നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതൊക്കെ പിടിച്ച് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി നമുക്ക് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടോ നമ്മുടെ അച്ചാർ, കണ്ടോ? ആഹാ, വെറും 8 മിനിറ്റിൽ കൊണ്ട് പെട്ടെന്ന് എളുപ്പത്തിൽ ഞാൻ ഉണ്ടാക്കിയ അച്ചാറാണ്. അപ്പം അച്ചാറുണ്ടാക്കാൻ അറിയാൻ മേലാത്തവർക്കെല്ലാം ഇതുപോലെ ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാം. കുറച്ച് നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ശർക്കരപ്പൊടി. ഇത് വേറൊന്നുമല്ല, ഇതിന് കയ്പല്ല. ഇപ്പോൾ കയ്പൊന്ന് ബാലൻസ് ചെയ്യിക്കാൻ വേണ്ടി, ഇത് ചില പാവയ്ക്കൊക്കെ നല്ല കയ്പുള്ള പാവയ്ക്കാണ്. അപ്പം അതിന് ബാലൻസ് ചെയ്യിക്കാൻ വേണ്ടി നമുക്കൊരു ശകലം ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ അച്ചാറിന് നല്ല ഭംഗിയായിരിക്കും അച്ചാർ. ഇതാണ് പെട്ടെന്ന് എളുപ്പത്തിൽ അച്ചാർ തയ്യാറാക്കുന്നത്, ഒരുപാട് സമയമൊന്നും വേണ്ട. ഇനി നമുക്കിതിൻ്റെ ഇത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം കേട്ടോ. ഞാൻ നേരത്തെ ചേർത്തുകൊണ്ട് ഉപ്പ് ചേർക്കുന്നില്ല, ഉപ്പുണ്ട്. അത് നോക്കിയിട്ട് അതനുസരിച്ച് ഉപ്പുണ്ടെങ്കിൽ ആവശ്യമെങ്കിൽ ഉപ്പിടുക കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ പാവയ്ക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കണ്ടോ, അതല്ല അടിപൊളി
വാവ്, കണ്ടോ എന്നാ ഭംഗിയാ നോക്കി. അപ്പം എല്ലാവരും ഇതുപോലെ പെട്ടെന്ന് എളുപ്പത്തിലൊന്ന് തയ്യാറാക്കുക. അപ്പോൾ പാവയ്ക്കച്ചാർ ഉണ്ടാക്കാൻ അറിയാൻ മേലാത്തവരെല്ലാം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ താങ്ക് യു, ബൈ ബൈ.